ഹലോ, ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് ആണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ ഞങ്ങൾ കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ എയർപോർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ആ ടൈമിൽ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോവാണ്. ലഗേജൊക്കെ എടുത്ത് കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. അതിനുശേഷം ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്സ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡിപ്പാച്ചർ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആയി ഞങ്ങളുടെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ആ ടൈമിൽ ഇതാ മുമ്പിൽ നടക്കുന്ന 2 പേരാണ് ജനീഷ് ബ്രോ, ആലൻസ്ബർഗ്, ബെൻസിത്ത. ആ ടൈമിൽ അവർ യാതൊരു പരിചയമില്ലെങ്കിലും ട്രിപ്പ് കഴിയാറായപ്പോഴത്തേക്കും ഞങ്ങൾ നല്ല ക്ലോസ് ആയിരുന്നു. നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ പുറത്തെ വ്യൂ നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി ക്വാലലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് KLIA സെക്കൻഡ് അവിടെ നമ്മൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 7 AM റേഞ്ചിലായിരുന്നു നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ ടൈം ഒരു 4:30 AM ഒക്കെ ആയിരുന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ ബസ്. നമ്മൾ ആദ്യം പോകുന്നത് പുത്രജയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ ഒരു പുത്രജയ സിറ്റി ക്വാലലംപൂരിൻ്റെ സൗത്ത് പാർട്ടിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് വെരി ഫേമസ് ഫോർ ഇറ്റ്സ് ആർക്കിടെക്ചർ ഇൻക്ലൂഡിങ് പുത്ര മോസ്ക് ആൻഡ് പുത്ര ബ്രിഡ്ജ്. ഇപ്പോൾ കാണുന്നതാണ് പുത്ര മോസ്ക്. ഇവിടെ വരുന്ന ഫീമെയിൽ വിസിറ്റേഴ്സിന് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ദിസ് പിങ്ക് റോബ് ആൻഡ് ഹെയറൊക്കെ കവർ ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട്. മെയിൻ പ്രെയർ ഹാളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഫുഡ് വെയർസൊക്കെ പുറത്തഴിച്ച് വെച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഈ ഒരു പുത്രജയ സിറ്റി തന്നെയാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് കോംപ്ലക്സും വരുന്നത്. അതേപോലെ തന്നെ മലേഷ്യയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ റോഡ്സ് ആയാലും ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷനിലെ മികവായാലും എല്ലാം കൊണ്ടും നമുക്കിവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയാതിരിക്കാനേ പറ്റില്ല.
അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മലേഷ്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ആയിട്ടുള്ള KL ടവറിലേക്കാണ്. ദിസ് ഇസ് KL ടവർ, ഒരു ക്വാലലംപൂർ ടവർ. അവിടെ നിന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 360 വ്യൂ ഓഫ് ദ ക്വാലലംപൂർ സിറ്റി നമുക്ക് ഈ ഒരു ടവറിന് കാണാൻ പറ്റും. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മിനാര ക്വാലലംപൂർ. മിനാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ടവർ എന്നാണ് മലയ ലാംഗ്വേജിൽ മീനിങ് വരുന്നത്. ഈ KL ടവറിൻ്റെ ഒബ്സർവേറ്ററി ഡക്കിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അവിടെ 360 പനോറമിക് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു KL സിറ്റീൻ്റെ. ഈ ഒരു KL ടവറിന് വേൾഡിലെ ടോളസ്റ്റ് ടവേഴ്സിൽ 7th പൊസിഷൻ തന്നെയുണ്ട്. 421 മീറ്റേഴ്സ് ഹൈറ്റുള്ള ഈ ഒരു ടവറിന് 6 ഫ്ലോർസ് ആണ് വരുന്നത്. മലേഷ്യൻ കറൻസി ആയിട്ടുള്ള റിംഗിറ്റ്സ്. അങ്ങനെ KL ടവറൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് റൂമിലേക്കായിരുന്നു. അവിടെ ചെന്ന് ഫ്രഷായി ഒരു നീണ്ട റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ് ടൈമിലാണ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഈ കാണുന്ന പെറ്റാലിംഗ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ചൈന ടൗണിലേക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത് ക്വാലലംപൂരിൽ തന്നെയാണുള്ളത്. ഈ സെൻട്രൽ മാർക്കറ്റിലായാലും ഒരുപാട് ഷോപ്സൊക്കെ ആയിട്ട് നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ചൈന ടൗണിൻ്റെ ബാക്ക് ആലീസിലായിട്ട്, അതായത് ഷോപ്സിൻ്റെ ഒക്കെ ഒരു ബാക്ക് സൈഡിലായിട്ട് വേറൊരു സ്പേസ് ഉണ്ട്. അതാണ് ക്വൈ ചായ് ഹോം. അവിടുത്തെ വാൾസൊക്കെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂറൽ ആർട്സ് കൊണ്ട് നിറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇതിനിടയിൽ കൊച്ചുവിനെ നന്നായിട്ടൊന്ന് സർപ്രൈസ് ചെയ്തു കേട്ടോ. ഈ ഒരു ബൊക്കയും ഒരു ലെറ്ററും ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ട് ഐ വാസ് സോ ഹാപ്പി അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ബിക്കോസ് ആ ഒരു ഡേ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഡേറ്റ് കൂടിയായിരുന്നു, May 20th. മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ദുരിയാൻ ഫ്രൂട്ട്. ഇത് കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇതിന് ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. ആൻഡ് അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ചില ഹോട്ടൽസിലൊക്കെ ഇത് ബാൻഡാണ്. ചൈന ടൗണിലൂടെ നടക്കുമ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഫുഡ് സ്റ്റോഴ്സും എല്ലാം കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഇവിടുത്തെ ലോക്കൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഹുക്കിൻ മീ, പിന്നെ ബാർബിക്യൂഡ് ഫിഷ്, ഇതെല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ഹുക്കിൻ മീ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ ഫേവറേറ്റ് ആയിട്ടുള്ള ചൈനീസ് ഒറിജിനുള്ള ഒരു ടൈപ്പ് ഓഫ് നൂഡിൽസ് ആണ്. റോഡിൻ്റെ ഇടയിൽ ഇതുപോലെ അവിടെ ഇവിടെയായിട്ട് ഒരുപാട് സിംഗേഴ്സിനെയും കാണുന്നുണ്ടായിരുന്നു. അവരവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഗിറ്റാറൊക്കെ ആയിട്ട് വന്നിട്ട് നിന്ന് പാടുകയും അത് ചുറ്റിലും ഒരുപാട് പേര് നിന്ന് കാണുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സിംഗർ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് ഹിന്ദി സോങ്സും പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
അങ്ങനെ നമ്മുടെ മലേഷ്യയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് ഡേ ഇതാ ഇവിടെ എൻഡ് ചെയ്യാണ്. See you in the next video.